നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഒരു മാസം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാസത്തിൽ 4 ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. 16-ാം തീയതി സൂര്യൻ കർക്കിടകത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ 12-ാം തീയതി ചൊവ്വ എന്ന ഗ്രഹം മേടത്തിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മാറുന്നു. ശുക്രൻ 7-ാം തീയതി മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നു. ബുധൻ 29 ജൂണിന്, അതായത് കഴിഞ്ഞ മാസം ജൂൺ 29 തന്നെ കർക്കിടക രാശിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം അതിൻ്റേതായ തരത്തിൽ ഓരോ കൂറുകാരെയും സ്വാധീനിക്കും. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മത്തിൽ നിന്നിരുന്ന ചൊവ്വ 12-ാം തീയതിയോടുകൂടി 2-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. ബുധൻ ഇപ്പോൾ 4-ാം ഭാവത്തിലാണ്. അതുപോലെ തന്നെ ശുക്രൻ 7-ാം തീയതിയോടുകൂടി 4-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ പൊതുവേ ഇവർക്ക് വ്യാഴം 2-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ശുക്രൻ 4-ാം ഭാവത്തിലേക്ക് പോകുന്നു, ബുധൻ 4-ൽ പോകുന്നു. അപ്പോൾ ഒരു മാസത്തിൻ്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഗുണം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. 12-ൽ നിൽക്കുന്ന രാഹു മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ദോഷാവസ്ഥ ഇവർക്കിപ്പോൾ ഉണ്ടാക്കുന്നത്. രാഹു 12-ൽ നിന്നാൽ ദോഷം വലുതായിട്ടുണ്ടാവുകയും ചെയ്യും. ഏതായാലും മേടക്കൂറുകാർക്ക് പൊതുവെ ഇപ്പോൾ അവരുടെ ആശ്രിതരുമായി ബന്ധപ്പെട്ടും കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ നല്ല ചില അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുകയോ പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുകയോ വാഹനം മാറ്റുകയോ പുതിയ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വളരെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുമൊത്തുള്ള സഹവാസം ഒന്നുകൂടി ഊർജ്ജസ്വലമാകുന്നു, ഉന്മേഷഭരിതമാകുന്നു. പഴയ കലഹങ്ങളൊക്കെ ഒത്തുതീർപ്പാകുന്നു. പുതിയ യാത്രകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കൽ, തങ്ങളുടെ ഇഷ്ട ക്ഷേത്രങ്ങളിൽ പോവുക, പ്രത്യേകിച്ചും മാതാവുമൊത്ത് പോവുക അല്ലെങ്കിൽ കുടുംബസമേതം പോവുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നു. വിദേശത്തുള്ള മക്കൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ മനോഹരമായി മാറുന്നു. ചെറിയ ഗ്യാപ്പുകൾ പോലും മാറിക്കൊണ്ട് അവർക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായ തരത്തിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്കിപ്പോൾ ഒട്ടും ദോഷം കൊടുക്കില്ല എന്ന് തന്നെ കാണണം. എന്നാലും ചില അശ്വതി ഭരണി കാർത്തിക കാൽഭാഗക്കാരൊക്കെ അല്ലെങ്കിൽ അശ്വതി നക്ഷത്രക്കാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവരവരുടെ ഗ്രഹനിലയിലെ പ്രശ്നങ്ങളൊക്കെ ആവാം അതിന് കാരണം ഗോചരാൽ പറയുമ്പോൾ നമ്മൾ എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനം അല്ലെങ്കിൽ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം, അപഹാരം, ദശ, ഛിദ്രം ഇതൊന്നും കണക്കിലെടുക്കുന്നില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് മോശപ്പെട്ട അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ അപഹാരമോ ഛിദ്രമോ ഒക്കെ വന്നാൽ ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നാലും പൊതുവെ വ്യാഴം ഒരു വർഷം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ശനി ഏകദേശം അടുത്ത വർഷം മാർച്ച് വരെ 11-ൽ നിൽക്കുന്നത് കൊണ്ടും സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് ദോഷമുണ്ടാവില്ല എന്ന് തന്നെ തീരുമാനിക്കാം. ചിലപ്പോൾ അല്പം വൈകിയായിരിക്കാം അത് കിട്ടുക. അതുകൊണ്ട് തന്നെ മേടക്കൂറിലെ പലരോടും ഞാൻ പറയാറുണ്ട്, നിരന്തരം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുക, ഭാഗ്യം പരീക്ഷിക്കുക. ഏതെങ്കിലും തരത്തിൽ ധനം നിങ്ങളുടെ അടുത്തെത്തും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കിട്ടാനുണ്ടായിരുന്ന ധനം അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക, അതും കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ 11 അഭീഷ്ടവും 2 കുടുംബധനവുമാണ്. നാം ചെയ്യുന്ന വർക്കിൻ്റെ അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് 11-ാം ഭാവം. അവിടെ ശനി നിൽക്കുകയാണ്. കർമ്മകാരകനായ ശനി ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ നിങ്ങൾ എന്തു ജോലി ചെയ്യുന്നു അതിന് തീർച്ചയായിട്ടും പ്രതിഫലമുണ്ടാകും. കിട്ടാനുണ്ടായിരുന്ന പ്രതിഫലങ്ങൾ ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് പക്ഷേ പെട്ടെന്നാവത്തില്ല. ഒരുപക്ഷെ ഈ പറയുന്ന വ്യാഴത്തിൻ്റെ 2-ലെ സ്ഥിതിയും അതുപോലെ തന്നെ ശനിയുടെ 11-ലെ സ്ഥിതി അതിന് ഗുണം ചെയ്യും. ഇപ്പോൾ ശുക്രൻ 4-ൽ പോയിരിക്കുന്നു, ബുധനും 4-ലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ശുക്രനാണ് കൂടുതൽ ഗുണം. ചന്ദ്രൻ്റെ രാശിയിൽ ശുക്രനാണ്. ബുധൻ അത്ര ഗുണം ചെയ്യില്ല. എന്നാൽ പോലും 4-ാം ഭാവം കൊണ്ട് ഗുണത്തെ പ്രതീക്ഷിക്കണം. കൂടെ സൂര്യനുമുണ്ട്. സൂര്യൻ കർക്കിടക രാശിയിൽ അത്ര നല്ലതല്ല. കണ്ണിനോ ഹൃദയത്തിനോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ അസുഖമുണ്ടാകാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ പിതാവിന് എന്തെങ്കിലും ദോഷമുണ്ടാകാം. മാതൃ സംബന്ധമായ അസുഖങ്ങൾ, മാതാവിനും ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. വാഹനം പുതിയത് വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയത് വരുന്നത് ചിലപ്പോൾ പഴയതിനെന്തെങ്കിലും തേയ്മാനം സംഭവിച്ചിട്ടോ അപകടം സംഭവിച്ചിട്ടോ കൂടി ആണെന്ന് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം 2-ൽ നിൽക്കുന്ന ചൊവ്വ ഇവിടെ 2-ാം ഭാവം നാവ്, മുഖം, നാക്ക്, നമ്മുടെ ജോലി ഒക്കെയാണ്. അവിടെ ചൊവ്വ നിൽക്കുന്നു. ചൊവ്വയ്ക്ക് ഇഷ്ടമില്ലാത്ത ക്ഷേത്രമാണ് ശുക്രൻ്റെ രാശി. അങ്ങനെ വരുമ്പോൾ ചൊവ്വ ഒരല്പം അസ്വസ്ഥനാണ്. അപ്പോൾ ചൊവ്വയുടെ ദോഷവശങ്ങൾ ശ്രദ്ധിക്കണം. നാക്കും
അതുപോലെ വാക്കും പാഴായി പോകുന്ന വാക്ക്, കൈവിട്ടു പോകുന്ന വാക്ക് പലപ്പോഴും നമുക്ക് ദോഷമായിട്ട് വരാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അതുപോലെ തന്നെ ജോലിസ്ഥലത്തും അങ്ങേയറ്റം കരുതലോടുകൂടി കാര്യങ്ങളിൽ ഇടപെടണം. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു, അതൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം. മുഖം സംരക്ഷിക്കണം. തീപ്പൊള്ളലേൽക്കാനോ വൈദ്യുതാഘാതം ഏൽക്കാനോ മുഖത്തിലെ ശാരീരികമായ അവയവങ്ങളെല്ലാം തന്നെ കണ്ണ്, മൂക്ക്, നാക്ക്, പല്ലുകൾ, ചെവി, തലമുടി, തല, ഇതെല്ലാം ശ്രദ്ധിക്കണം. ഈ ഭാഗങ്ങൾ വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം നല്ലവണ്ണം ഉണ്ട് എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും. ഒപ്പം ചൊവ്വയുണ്ട്. ചൊവ്വയും വ്യാഴവും ബന്ധുക്കളായതിനാൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. 9ാം ഭാവാധിപനായ ഗ്രഹം 2ൽ നിൽക്കുന്നത് കൊണ്ട് വിദേശത്തുനിന്ന് ധനം ഇവരെ തേടിയെത്തും. സ്വാഭാവികമായും ഇവരുടെ ആശ്രിതർക്കോ മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കോ ഈ നക്ഷത്രക്കാരുടെ മറ്റ് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ അവിടെ നിന്ന് ഇവർക്ക് പണമയക്കാൻ സാധിക്കും. അവരുടെ നില അവിടെ കൂടുതൽ ഭദ്രമാവുകയും ചെയ്യും. ഏതായാലും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രോഗാതുരതകൾ വരുന്നത് പ്രധാനമായും മുഖമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ ഇവർക്ക് ശസ്ത്രക്രിയ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങൾ മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 2-ാം തീയതി മധ്യാഹ്നം വരെ, ശേഷം 4 സായാഹ്നം വരെ, 5, 6 നല്ല ദിവസങ്ങളാണ്. അതിനുശേഷം പിന്നീട് ഇവർക്ക് ഗുണമുള്ളത് 11 ഉച്ചയ്ക്ക് ശേഷം 12, 13, 14, 15, 16 രാവിലെ വരെയും ഗുണകരമാണ്. തിരിച്ച് ഗുണമുള്ള ദിവസങ്ങൾ 21, 22, 23, 24, 25 രാവിലെ വരെ ഗുണമാണ്. ശേഷം ഇവർക്ക് ഗുണമുള്ള ദിവസം 27-ാം തീയതി, 28, 29. 27-ാം തീയതി രാത്രിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം വരിക. 28ഉം 29ഉം ഗുണമുള്ള ദിവസങ്ങളാണ്. താരതമ്യേനയാണ് ഈ ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെ ദോഷം ഉണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം 2ാം ഭാവത്തിൽ ആയിരുന്ന ശുക്രനും ബുധനും 12-ാം തീയതിയോട് മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ, പകുതിക്ക് തൊട്ടടുത്ത് വെച്ച് തന്നെ ശുക്രൻ 3ലേക്ക് പോകുന്നു. അതുപോലെ ബുധനും നേരത്തെ തന്നെ 3ൽ പോയി കഴിഞ്ഞു. എന്തായാലും ശുക്രൻ്റെയും ബുധൻ്റെയും 3ലെ നില വളരെ ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 2ൽ നിന്നുകൊണ്ട് ശുക്രൻ മാക്സിമം ഗുണം ഇവർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് മാസത്തിൻ്റെ ആദ്യത്തെ പകുതി ഏകദേശം ഇവർക്ക് ഗുണകരമായിട്ട് തന്നെ ഇരിക്കും. പ്രത്യേകിച്ചും ഇവരുടെ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഇടപെടുന്ന കാര്യത്തിലും മറ്റുള്ളവരുമായി സഹവസിക്കുന്ന കാര്യത്തിലും ജോലിസ്ഥലത്തുമൊക്കെ ഇവർക്ക് നല്ലൊരു മേന്മ കാണുന്നുണ്ട്. അത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവുകയും നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഭദ്രത ഇവർക്ക് കാണുന്നു. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യത്തെ പകുതി ഗുണകരമായിട്ടാണ് കാണുന്നത്. 3ൽ നിൽക്കുന്ന സൂര്യൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും ശത്രുവിനുമേൽ തങ്ങൾക്ക് വിജയമുണ്ടാക്കുന്നതിനും മടി ബാധിച്ചിരുന്ന മനസ്സിൽ നിന്നും അതൊക്കെ മാറി കൂടുതൽ ചുണയോടുകൂടി ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള മനസാന്നിധ്യവും നൽകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗം വളരെ സജീവമാകുന്നു. കണ്ടകശനി 10ാം ഭാവത്തിലുണ്ട്. സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ ആലസ്യത്തിലാണ്ടോ അല്ലെങ്കിൽ മടി പിടിച്ചോ ഇരിക്കില്ല. മറിച്ച് ദുർവിധിക്കെതിരെ ഫൈറ്റ് ചെയ്ത് മുന്നേറാനുള്ള, യുദ്ധം ചെയ്ത് മുന്നേറാനുള്ള, ഈശ്വരകൃപ കൊണ്ട് പ്രാർത്ഥന കൊണ്ടും അങ്ങനെ മുന്നേറാനുള്ള ഒരു സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. പിന്നെ പ്രധാന ഗുണം ഇവർക്ക് 11ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു വരുമാന സാധ്യത തന്നെയാണ്. വരുമാനമുണ്ടാക്കാൻ ഏതു വിധേനയും ഇവർ ഇപ്പോൾ ശ്രമിക്കും. അത് കുറേയൊക്കെ ഇവർക്ക് ഗുണകരമായി വരികയും ചെയ്യും. ബന്ധുമിത്രാദികളുമൊത്തുള്ള യാത്ര ഇവർക്കും വലിയ ദോഷമൊന്നും കാണുന്നില്ല. ബന്ധുമിത്രാദികളുമൊത്തുള്ള യാത്ര ഇവർക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. പ്രത്യേകിച്ചും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത സഹോദരങ്ങൾ ഇവരുമായിട്ടോ കസിൻസുമൊക്കെ ആയിട്ടോ ബന്ധപ്പെട്ട് ഇവർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ പിക്നിക് ഏരിയയിലോ ഒക്കെ പോകാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, ജലവുമായി ബന്ധപ്പെട്ട ചില ബിസിനസ്സിൽ ഇവർക്ക് ഇപ്പോൾ ശോഭിക്കാൻ സാധിക്കുന്നതായി കാണാം. ഒന്നുകിൽ ഔഷധ വ്യാപാരം, അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ്, അതല്ലെങ്കിൽ പാല് മുതലായ വെളുത്ത വസ്തുക്കൾ, ഇതിൽ നിന്നൊക്കെ ഇവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആദായം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ആശുപത്രി രംഗം, ആരോഗ്യരംഗം, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണം കാണുന്നു. ഈ പ്രത്യേകിച്ച് ഇടവക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗാതുരതകൾ ഇപ്പോഴും ഇവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 12ൽ നിൽക്കുന്ന 12ാം ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ ഇവർക്കിപ്പോൾ ജന്മത്തിലോട്ട് വരികയാണ് 12ാം തീയതിയോടുകൂടി. ജൂലൈ 12 തൊട്ട് ചൊവ്വ ജന്മത്തിലോട്ട് വരുമ്പോൾ അത് ശത്രു രാശിയിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയ്ക്ക് സാധ്യതയുണ്ട്. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴവും വലിയ ആരോഗ്യ മെച്ചമൊന്നും തരില്ല. അപ്പോൾ ചൊവ്വ കൂടി അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം.
വാഹനം സൂക്ഷിച്ച് ഓടിക്കുക, സാഹസിക കർമ്മങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യുക. സാഹസിക കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ചോദ്യം വരും. ഞാനിവിടെ സാഹസികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സ്പീഡിൽ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക, പടികൾ വളരെ സ്പീഡിൽ കയറുക. പ്രത്യേകിച്ചും ഇത് മഴക്കാലമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ മിക്കപ്പോഴും ടൈൽസാണ് നിലത്തും പടികളിലുമൊക്കെ പാകിയിട്ടുണ്ടാവുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറോ കിടന്നാൽ മതി തെന്നി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെയാണ് സാഹസികത എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യുക. പടികൾ കയറുമ്പോഴും നിലത്ത് നടക്കുമ്പോഴും ഒക്കെ ശ്രദ്ധ പാലിക്കുക. പ്രത്യേകിച്ചും അത്തരം സ്ഥലങ്ങളിൽ അങ്ങേയറ്റം സുരക്ഷിതമായി എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കുക. അല്ലെങ്കിൽ വീഴുക, അതുപോലെ തന്നെ മജ്ജ, രക്തം ഇതൊക്കെ വാർന്നു പോവുക, എല്ല് പൊട്ടാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. അതുപോലെ ചൊവ്വ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും വാഹനം ഒരു യന്ത്രമായതിനാൽ വാഹനം ഓടിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. വളരെ കരുതലോടുകൂടി ഓടിക്കുക, സ്പീഡ് നിയന്ത്രിക്കുക. പിന്നീട് ചൊവ്വ സഹോദര കാരകൻ കൂടി ആയതുകൊണ്ട് സഹോദരനും ഏതെങ്കിലും തരത്തിലുള്ള നാശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരോടും പ്രത്യേകിച്ചും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുക. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് ചൊവ്വ ജന്മത്തിൽ വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് പ്രവർത്തന രംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി ഉന്മേഷവും ഊർജ്ജസ്വലതയും ധൈര്യവും ഒക്കെ സംഭരിക്കാൻ സാധിക്കും. അത് ഒരു പരിധിവരെ അവരുടെ കർമ്മരംഗത്ത് അവർക്ക് കൂടുതൽ ശോഭിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകുന്നു. 9ഉം 10ഉം ഭാവാധിപനായ ശനി 10ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കർമ്മവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കുറേ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. സ്വന്തം നാട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. അന്യദേശത്ത് വസിക്കാനുള്ള സാധ്യത ശനിയാണിപ്പോൾ ഇവർക്ക് സാധിക്കുന്നത്. പക്ഷേ അത് കണ്ടകഭാവത്തിൽ നിൽക്കുന്നതിനാൽ പോകാൻ സാധിക്കുമെങ്കിലും, അല്ലെങ്കിൽ പോകാൻ സാധിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ശല്യപ്പെടുത്തൽ ഉണ്ടാകാം. അതല്ലെങ്കിൽ പോയി അവിടെ ചെന്ന് പറ്റിയാൽ തന്നെയും യഥാർത്ഥ സമയത്ത് ജോലി കിട്ടണമെന്നൊന്നും ഇല്ല. എന്നാലും ഒരു 10 മാസം കൂടി കഴിയുമ്പോൾ ശനി 11ലോട്ട് പോകുന്നത് കൊണ്ട് ഇവർക്ക് വളരെ അടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം നന്നാവും. ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സഹായം ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ സാമ്പത്തികമായി 11ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തികമായ ധൈര്യം ഉണ്ടാക്കി കൊടുക്കും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഇവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും അനുകൂലമായി വരും. തടസ്സമുണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അപകട സാധ്യതയ്ക്കാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജന്മത്തിൽ വ്യാഴം നിന്നിരുന്നാൽ ആശുപത്രിവാസം പറയുന്നുണ്ട്. അപ്പോൾ അത് ചൊവ്വ കൂടി ആയതുകൊണ്ട് നമ്മുടെ തന്നെ പ്രവൃത്തികളാൽ, നമ്മുടെ തന്നെ അശ്രദ്ധയാൽ ഒക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് കുട്ടികളുടെ ഭാവം, അതായത് സ്വന്തം ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മക്കൾക്ക് ചെറിയ ആലസ്യമോ പഠനത്തിൽ ഒരു ചെറിയ അകൽച്ചയോ ഒക്കെ കാണാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലായതിനാൽ അതിൽ മാറ്റം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4 സായാഹ്നം വരെയും നല്ലതാണ്. 7, 8 നല്ല ദിവസങ്ങളാണ്. 14, 15, 16 രാവിലെ വരെയും അവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. 17ഉം 18ഉം സാമാന്യം നല്ല ദിവസങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യത്തിനും മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നതിനുമൊക്കെ. പിന്നീട് ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25 രാവിലെ 10:35 വരെയും നല്ലതാണ്. സാമ്പത്തികമായി വളരെ ഗുണം കിട്ടുന്ന ദിവസങ്ങളാണ് ഇവർക്ക്. 25 രാവിലെ 10:35 ശേഷം 26, 27 ഉച്ചവരെയും ഗുണകരമാണ്. പിന്നീട് ഗുണമുള്ള ദിവസം 30, 31. അപ്പോൾ പൊതുവേ ദിവസങ്ങൾ ഇവർക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ തന്നെയും നല്ല കാര്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മാസം 12ാം തീയതിയോടുകൂടി 12ാം ഭാവത്തിലേക്ക് വരുന്ന ചൊവ്വ, 2ാം ഭാവത്തിലേക്ക് പോകുന്ന ബുധൻ, ശുക്രൻ, സൂര്യൻ. അപ്പോൾ ഇതെല്ലാം ബുധനും ശുക്രനും എന്തായാലും 2ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ഇവർക്ക് വരുമാനം കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 11ൽ നിന്നിരുന്ന ചൊവ്വ 12ാം തീയതി വരെയും ജോലിയുടെ കാര്യത്തിലും ജോലിയിൽ ഇവർ കാണിക്കുന്ന മികവിൻ്റെ കാര്യത്തിലും സാമ്പത്തികമായ വരവിൻ്റെ കാര്യത്തിലും ഒന്നും തന്നെ അല്പം പോലും ലോഭം, നഷ്ടം വരുത്തുന്നില്ല. പക്ഷേ 12ാം തീയതിക്ക് ശേഷം വ്യാഴത്തിൻ്റെ കൂടെ ചൊവ്വ ചെല്ലുമ്പോൾ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കേസിലോ വഴക്കിലോ ഒക്കെ ഇടപെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ പണം കെട്ടിവെക്കേണ്ടി വന്നേക്കാം. അതുവഴി പണം കുറേ നഷ്ടപ്പെട്ടേക്കാം.
വ്യാഴം 12-ൽ നിൽക്കുന്നതിനാൽ വലിയ ദോഷമില്ലാത്ത തരത്തിൽ ചില നഷ്ടപ്പെടലുകൾ, ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക്, വീട് വയ്ക്കുന്നതിലോ മക്കളുടെ പഠിത്ത കാര്യത്തിലോ ആരോഗ്യ സംരക്ഷണത്തിനോ വേണ്ടിയിട്ടൊക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. അങ്ങനെ പണത്തിന് ചിലവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച ഇവർക്ക് ചൊവ്വയുടെ അനുഗ്രഹത്താൽ ധാരാളം സാമ്പത്തികമായ ഒരു വരവ് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങൾ പ്രതീക്ഷിച്ച മേഖലകളിൽ തങ്ങളുടെ കർമ്മരംഗത്ത് ഒക്കെ നല്ല ഗുണം കാണുന്നു. 10-ൽ നിൽക്കുന്ന രാഹു സ്വാഭാവികമായിട്ടും ഇവർക്ക് ചില പ്രത്യേക കഴിവുകൾ സമ്മാനിക്കുകയും അതുവഴി ഇവർക്ക് വരുമാനത്തിന് വർധനവുണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ജോലിക്ക് സമാന്തരമായി ചെയ്യുന്ന ചില കർമ്മങ്ങളാവാം, എന്നാൽ അതൊക്കെ തന്നെയും ഇവർക്ക് ഗുണമായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട് ധനം വരാം. വിദേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തും ധനമുണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും പുതിയ ട്രെൻഡുകളെയൊക്കെ രാഹു കേതുക്കളാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും രാഹുവാണ് ഓൺലൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ആധുനിക സംവിധാനങ്ങളുടെയൊക്കെ ഒരു ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഈ ജ്യോതിഷത്തിലെ അടയാളം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുന്ന രാഹു കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാകുമ്പോൾ ഇവർക്ക് ഓൺലൈൻ ബിസിനസ്സിലൂടെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അവരവർക്ക് കഴിവുള്ള മേഖലയിൽ പരമാവധി വരുമാനം പലതരത്തിൽ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചിലവ് വർദ്ധിച്ചിരിക്കുന്നതിൽ വലിയ ആശങ്ക ഇവർക്ക് ആവശ്യമില്ല. കടം ഒന്നും എടുക്കേണ്ടി വരില്ല. തങ്ങളുടെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നോ തങ്ങളുടെ പോക്കറ്റിൽ നിന്നോ തന്നെ പണം ചിലവഴിക്കാൻ ഇവർക്ക് സാധിക്കും. വലിയ സേവിങ്സ് ഉണ്ടാവില്ല എന്നതാണ് ഒരു സങ്കടകരമായ അവസ്ഥ. എന്നാൽ 2-ൽ നിൽക്കുന്ന ശുക്രൻ ആദ്യത്തെ ആഴ്ച കഴിയുമ്പോൾ, പ്രത്യേകിച്ചും മാസത്തിൻ്റെ ഏകദേശം പകുതിയോടടുക്കുമ്പോൾ, ജൂലൈ മാസത്തിൻ്റെ പകുതിയോടടുക്കുമ്പോൾ തൊട്ട് ഇവർക്ക് നല്ല വരുമാന വർധനവുണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ അത് കച്ചവടത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ തങ്ങളുടെ പ്രത്യേകമായ മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ ആകാം. അതൊക്കെ കാണുന്നുണ്ട്. മാതാവിന് ശാരീരികമായ അവശത, വാഹനം ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികളിലോ ചെറിയ ചില കേടുപാടുകളിലോ ഒക്കെ ചെന്നെത്താമെന്ന് കാണുന്നു. അതുകൊണ്ട് വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു ജാഗ്രത ഉണ്ടായിരിക്കുക. മറ്റൊന്ന്, ഈ താമസ സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ ചില അവശതയോ പ്രശ്നങ്ങളോ മാറാൻ ഉള്ള ഒരു ത്വരയോ ഒക്കെ ഉണ്ടാകാം. അതിനുള്ളൊരു മനസ്സുകൂടി കാണുന്നുണ്ട്. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാവിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിലും ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലൊക്കെ ചെറിയ ചില തടസ്സങ്ങൾ കാണുന്നു. പക്ഷേ താൽക്കാലികമാണ്. അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇവരുടെ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെയും കൂടെ അത് ചിന്തിക്കണം. മാസം 16-ാം തീയതി വരെയും സൂര്യൻ ജന്മത്തിലുണ്ട്. അതും ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. മറ്റൊരു കേന്ദ്രസ്ഥാനമായ 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് പാദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ഈ ചെറിയ ഈ പുഴുക്കടി പോലെയൊക്കെയുള്ള സ്കിൻ ഡിസീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത ഭാഗങ്ങളിലൊക്കെ തന്നെയും ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സ്കിൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത, അലർജി അസുഖങ്ങൾക്ക് സാധ്യത. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2 മധ്യാഹ്നം വരെയും നല്ലതാണ്. പിന്നെ 4 വൈകുന്നേരത്തിന് ശേഷം, 5, 6 നല്ല ദിവസങ്ങളാണ്. 9, 10, 11 ഉച്ചവരെ നല്ലതാണ്. പിന്നെ ഗുണമുള്ള ദിവസങ്ങൾ 16 മധ്യാഹ്നത്തിന് ശേഷം, 17, 18 ദിവസങ്ങൾ നല്ലതാണ്. 19ഉം 20ഉം ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണുകയും മനസ്സിന് സമാധാനം കിട്ടുകയും ചെയ്യുന്ന ദിവസമൊക്കെയാണത്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള ദിവസമെന്ന് പറയുന്നത് 25 രാവിലെ 10:35 ശേഷം, 26, 27, 28, 29 ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് അല്പം അധിക ചെലവ് വരുന്ന ദിവസങ്ങൾ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് 30, 31. അടുത്തത് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി തന്നെയാണ് ഒരു പ്രധാന വിഷയം. കാരണം പല കോളുകളും എനിക്ക് വരുന്നത് ഈ കർക്കിടകക്കൂറിൻ്റെ വിഷമം തന്നെയാണ്. 11-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പലർക്കും കഴിഞ്ഞ കുറച്ച് വർഷമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും അത് വല്ലാതെ ഭീതി ഉണർത്തുന്നുണ്ട്. എന്നാൽ കുറച്ചു പേരെങ്കിലും 11-ലെ വ്യാഴത്തിൻ്റെ ഗുണമായിട്ട് ജോലിയിലെ മാറ്റമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു അല്പം മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും വ്യാഴം കയറി 1 മാസം 1.5 മാസത്തോളമൊക്കെ ആകുന്നുള്ളൂ. ഇനിയും പ്രത്യേകിച്ച് 2025 മെയ് 14 വരെയും വ്യാഴം ഇവർക്ക് 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. അത്തരം കാര്യത്തിൽ പ്രശ്നമൊന്നും വേണ്ട. അടുത്ത വർഷം മാർച്ചോടുകൂടി ശനി 8-ൽ നിന്ന് 9-ലേക്ക്, 9 അത്ര നല്ലതൊന്നും അല്ലെങ്കിലും 8-ലെ തടസ്സങ്ങൾക്കൊരു മാറ്റമുണ്ടാവും. എന്തായാലും ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ മാസത്തിൽ ഇവർക്ക് ഗുണമുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് 10-ൽ നിന്ന് 11-ലേക്ക്
ചൊവ്വ വന്നിരിക്കുന്നു. ചൊവ്വ 11-ൽ വരുന്നത് ശുക്രൻ്റെ രാശി അത്ര ഇഷ്ടമുള്ള രാശിയൊന്നുമില്ലെങ്കിലും 11-ാം ഭാവം എപ്പോഴും നല്ലതാണ്. അപ്പോൾ വ്യാഴത്തിനൊരു കൂട്ടുകൂടി കിട്ടി. വ്യാഴത്തിൻ്റെ ബന്ധുവായ ചൊവ്വ 11-ലേക്ക് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കർക്കിടക കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് നല്ല ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം. പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. പുതിയ ചില കൂട്ടുകെട്ടുകൾ സാമ്പത്തികമായി കൂടുതൽ ഉയർച്ചയുണ്ടാകാൻ തക്കവണ്ണം ചില പ്രത്യേക കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അത് വിജയത്തിലെത്തുന്നു. കാരണം ശുക്രനും ബുധനും ജന്മത്തിലേക്ക് വരികയാണ്. കേന്ദ്രഭാവമായ ജന്മത്തിലേക്ക് ശുക്രനും ബുധനും വരുന്നത് പുതിയ ടാക്ടിക്സുകൾ, പുതിയ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ബുദ്ധിപരമായി കൂടുതൽ ഇടപെടാൻ സഹായിക്കുന്നു. വളരെ ക്രിയേറ്റീവ് ആകാൻ സാധിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൻ്റെ പ്രത്യേകിച്ചും 10-11 ശേഷം വളരെ ഗുണമാണ് കാണുന്നത്. സാമ്പത്തികമായ നേട്ടം തന്നെയാണ് പ്രധാനം. ജോലിയിലൊരു മാറ്റം, അതുവരെ ഉണ്ടായിരുന്ന ചില ആലസ്യമാർന്ന ചില തനിയാവർത്തനങ്ങളുടെ ജോലിയൊക്കെ മാറി കുറച്ചുകൂടി അതിനൊരു മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും അതൊരു വിജയമായി മാറുകയും ചെയ്യാം. അതുകൊണ്ട് കർമ്മ മേഖലയിൽ നല്ലൊരു അവസ്ഥ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂക്ഷിക്കേണ്ട പ്രധാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി തന്നെയാണ്. 8 ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് ജ്യോതിഷത്തിൽ. 8-ൽ ഒരു ഗ്രഹവും അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പൊതുവേ പറയുന്നത്. പാപഗ്രഹം നിന്നാൽ അത് അങ്ങേയറ്റം ക്രൂരനാവും, ശുഭഗ്രഹം നിന്നാൽ അതിൻ്റെ ദോഷങ്ങളൊക്കെ തന്നെയും ചോർന്നു പോകും. അതുകൊണ്ട് 8-നെ ഒരു ഏറ്റവും മോശ സ്ഥലമായി കാണുന്നതുകൊണ്ട് ആരും നിൽക്കുന്നു അത്ര നല്ലതല്ല. എന്നാൽ 8-ൽ സ്ഥാനബലത്തോടു കൂടി ശനി നിന്നാൽ ആയുസ്സിനത് നല്ലതാണ്. ആയുസിനെ ഹനിക്കുന്നതിനെ ഹനിക്കും. അപ്പോൾ ഡബിൾ നെഗറ്റീവ് ഈസ് പോസിറ്റീവ് എന്ന മട്ടിൽ അതിനൊരു ഗുണമാണ്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും അത് തടസ്സത്തെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കർമ്മങ്ങളിലൊക്കെ തന്നെയും തടസ്സങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ എട്ടിപ്പോയി നിൽക്കുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് 7-ാം ഭാവം എട്ടി നിൽക്കുന്നതിലൊരു ഗുണം പറയുന്നത്. ബാക്കി കാര്യങ്ങളിലൊക്കെ തന്നെയും മാരകാധിപൻ 8-ൽ വന്ന് നിൽക്കുന്നു എന്ന് തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് അത് ദോഷമാണ്. 9-ലും പാപഗ്രഹമായ രാഹു നിൽക്കുന്നത് കൊണ്ടും തടസ്സങ്ങളും പിതാവിന് ദോഷവും സ്വപ്നം കാണുന്ന കാര്യങ്ങൾക്കൊക്കെ അത് റിയലൈസ് ചെയ്യാൻ എന്തെങ്കിലും വിധത്തിലുള്ള മുട്ടുകളുമൊക്കെ ഉണ്ടാകാം. എന്നാൽ 11-ലെ വ്യാഴവും ചൊവ്വയും ഇതിനൊക്കെ ഒടുവിൽ ഇവർക്ക് ഒരു അറുതി വരുത്തുകയും അത് വിജയമായി മാറുകയും ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കണം. ഈ മാസത്തിൽ ഇവർക്ക് ശുക്രൻ്റെ നിൽപ്പ്, ജന്മത്തിലെ നിൽപ്പ് തീർച്ചയായിട്ടും ഇവരുടെ ആന്തരികവും ബാഹ്യവുമായ വ്യക്തിത്വത്തിന് ഒരു മാറ്റം സമ്മാനിക്കും. കുറച്ചുകൂടി സുന്ദരന്മാരും സുന്ദരികളുമാകും. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും. വ്യക്തിത്വത്തിന് മാറ്റമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അംഗീകാരമാണ് ലഭിക്കുക. യാത്ര ഗുണമായി കാണുന്നു. അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലും കുറച്ചുകൂടി ശോഭിക്കാൻ സാധിക്കുന്നു. തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തികമായൊരു ഭദ്രതയും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറെ കൂടി ഉറപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും അതിന് ഒരു തുടക്കമാവാം ജൂലൈ മാസം എന്ന് പ്രതീക്ഷിക്കുന്നു. പല തരത്തിലും ഇവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് ഇനി അങ്ങോട്ട്. അതിൻ്റെ തുടക്കമാണിപ്പോൾ. എല്ലാ ദോഷവശങ്ങൾ പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കർക്കിടകക്കൂറുകാർ ആലോചിക്കുക. അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു ശുഭപ്രതീക്ഷ തന്നെ ഇവർക്ക് വേണം. ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ല്, കാൽപാദങ്ങൾ, കാൽമുട്ട് ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാം. അപകട സാധ്യതയോ അല്ലെങ്കിൽ ആ അരയ്ക്ക് താഴ്പോട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ ബലക്ഷയങ്ങളോ ഉള്ളവർ വളരെ കരുതലെടുക്കുക. അതുപോലെ തന്നെ ചില അപവാദങ്ങളിലൊക്കെ ചെന്നുപെടാം. 8-ാം ഭാവം നിരീക്ഷിക്കാത്തത് അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത കാര്യങ്ങൾ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുക. മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 8 കൊണ്ട് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ശാരീരികമായ അവശത, വളരെ ആകസ്മികമായി ചില കുടുക്കുകളിൽ ചെന്നുപെടുക, ചില നൂലാമാലകൾ, കേസുകൾ, ചില അധമ ബന്ധങ്ങൾ, അതിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലോടുകൂടി ജീവിക്കുക, പ്രാർത്ഥിക്കുക. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4 നല്ല ദിവസങ്ങളാണ്. പിന്നീട് 7ഉം 8ഉം നല്ല ദിവസമാണ്. 11 ഉച്ചയ്ക്ക് ശേഷം 12, 13 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 21, 20, 19, 20, 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. പിന്നീട് 27, 28, 29, 30, 31 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 10-ാം ഭാവത്തിലേക്ക് വ്യാഴം, അതുപോലെ 10-ാം ഭാവത്തിൽ 12-ാം തീയതിയോടുകൂടി ജൂലൈ 12-ാം തീയതിയോട് വരുന്ന ചൊവ്വ. കർമ്മരംഗം വളരെ ശോഭനീയമാവും. ചൊവ്വയുടെ സാന്നിധ്യം 10-ാം ഭാവം കൊണ്ട് വളരെ നല്ലതാണ്. മാത്രമല്ല കൂടെ വ്യാഴവും നിൽക്കുന്നു. അതുകൊണ്ട്
ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപനായ വ്യാഴം ആണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും 4ഉം 9ഉം ഭാവാധിപനായ ചൊവ്വ കൂടി അവിടെ വരുമ്പോൾ അതൊരു രാജയോഗത്തിൻ്റെ ഗുണത്തെ സമ്മാനിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതുകൊണ്ട് പൊതുവെ ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കർമ്മസ്ഥലത്ത് തങ്ങൾക്ക് അതുവരെ കിട്ടാതിരുന്ന ചില അംഗീകാരങ്ങൾ, ചില ഉയർച്ചകൾ അത് സാമ്പത്തികത്തിൻ്റെ നേട്ടമായി പരിണമിക്കുകയും ചെയ്യും. 11ാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രനും ബുധനും മാസത്തിൻ്റെ ഏതാണ്ട് പകുതിയോടുകൂടി, ബുധൻ ഓൾറെഡി ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ 12ൽ വന്നു കഴിഞ്ഞു. 12ലെ ബുധൻ മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തങ്ങളുടെ സ്കില്ല്, വിദ്യ, ഇതെല്ലാം പഠനം, വിദ്യാഭ്യാസം ഇതെല്ലാം തന്നെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും കഴിവുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ ഒരു ഉയർച്ച കിട്ടുകയും ഒക്കെ ചെയ്യും. ശുക്രൻ 12ൽ വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരിക്കലും തടയില്ല. പക്ഷേ കർമ്മരംഗത്ത് ഒടുവിൽ അപഹാസ്യനാകുന്ന ചില ദുർവിധി ശുക്രനുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പക്ഷേ ശുക്രൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ആ പ്രശ്നമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇവിടെ ശുക്രൻ ബുധൻ്റെ കൂടെയും സൂര്യൻ്റെ കൂടെയുമാണ്. അപ്പോൾ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ ഉള്ളവർ ഹൃദയ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നയനരോഗത്തിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വന്നേക്കാം. പ്രായത്തിനനുസരിച്ച് അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിലേക്കൊക്കെയുള്ള രക്തചംക്രമണത്തിന് കുറവുണ്ടാകാനുള്ള സാധ്യത, അതുകൊണ്ട് തന്നെ കാലുകൾക്ക് ബലക്ഷയം തോന്നുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകാം. പിതാവിനോ പിതാവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില യാത്രകൾ ചിലപ്പോൾ മുടങ്ങിപ്പോകാം, ചിലപ്പോൾ ചില യാത്രകൾ വെറുതെയാകാം. അങ്ങനെ ചില പാഴ്ചിലവുകളൊക്കെ സംഭവിച്ചേക്കാം 12ാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട്. എന്നാലും ഇവർക്ക് ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത ഇവരുടെ കയ്യിൽ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് നിൽക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് അത് ഗുണവുമായി മാറും. ഓർക്കുക ഇപ്പോഴും ഇവർക്ക് കണ്ടകശനിയുണ്ട്. അത് 7ലാണ്. 7 പറയുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം 7ആണ് എന്ന് പറഞ്ഞാൽ കുടുംബം. അപ്പോൾ അവിടെ ചെറിയ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ അകന്നു നിൽക്കലുകളോ ഒക്കെ വേണ്ടി വന്നേക്കാം. അഷ്ടമം, ഇത് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു അവരുടെ വിവാഹ സംബന്ധമായ ജീവിതത്തിൽ ചില സംശയങ്ങളുടെ നിഴലുകളൊക്കെ വീഴ്ത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കുക. പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ തന്നെ ആയുസിനാണ് 8ൽ പാപഗ്രഹം നിന്നാൽ ദോഷം. അതുകൊണ്ട് ശാരീരികമായ അവശതയുണ്ടാകാം. ശരീരത്തിൽ വിഷബാധ ഏൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളിൽ നിന്നും, ക്ഷുദ്രജീവികളിൽ നിന്നുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബാധകൾ ഏൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി പരിസരങ്ങളിലും അറിയപ്പെടാത്ത സ്ഥലങ്ങളിലുമൊക്കെ അസമയത്ത് ഇറങ്ങുന്നതുമൊക്കെ വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മനസ്സിൻ്റെ ശക്തി, കർമ്മരംഗത്തെ ശക്തി, കർമ്മരംഗത്തെ ഉയർച്ച, ജോലി സംബന്ധമായ സംതൃപ്തി, സാമ്പത്തികമായ വരുമാനം, ഇത്രയുമുണ്ട്. ബാക്കി ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4, 5, 6 ഗുണമുള്ള ദിവസങ്ങൾ. 9, 10, 11 ഉച്ചവരെയും നല്ലതാണ്. പിന്നെ 16-ാം തീയതി രാവിലേക്ക് ശേഷം, അതായത് തലേ ദിവസം രാത്രി അത്ര നല്ലതല്ല. 16 രാവിലെ തൊട്ട് 17, 18 നല്ല ദിവസങ്ങളാണ്. പിന്നീട് ഇവർക്ക് ഗുണമുള്ള ദിവസമെന്ന് പറയുന്നത് 21, 22, 23, 24, 25 രാവിലെ 10:35 വരെയും ഗുണമുള്ള ദിവസങ്ങളാണ്. പിന്നെ 30, 31 മാസത്തിൻ്റെ അവസാനത്തെ 2 ദിവസങ്ങളും ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ. ഇത് രണ്ടും ഇവർക്ക് ഇവരുടെ വിധിക്കപ്പെട്ട ചില കർമ്മ അനുഭവങ്ങൾ വളരെ ശക്തമാക്കുന്നു. ഈശ്വരാധീനം വളരെ ശക്തമാവുന്നു. ഭദ്രയുടെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഇവർക്ക് വളരെ ഊർജ്ജസ്വലതയും മനോധൈര്യവും നൽകുന്നു. ശത്രുവിന് മേൽ ഇവരുടെ ഭയാശങ്കകൾ മാറുന്നു. ശത്രുവിനെ ഇവർക്ക് ഇപ്പോൾ കീഴടക്കാൻ സാധിക്കുന്നു. ശത്രുവെന്നാൽ സ്വന്തം മനസ്സ് തന്നെ ആവാം. അതുവരെ ഏതെങ്കിലും തരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം പോലെ ചില ആശങ്കകൾ വന്നിരുന്നത് ഇപ്പോൾ മാറുന്നു. അതുപോലെ 10ാം ഭാവത്തിൽ നിന്നിരുന്ന സൂര്യൻ മാസം പകുതിയോടുകൂടി 11ൽ വരുന്നു. 10ാം ഭാവത്തിലും സൂര്യൻ നല്ലതാണ്. 11ൽ സാമ്പത്തികമായ ഗുണം കൊണ്ടും നല്ലതാണ്. അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന ശുക്രനും ബുധനുമെല്ലാം തങ്ങളുടെ കഴിവിനനുസരിച്ചും തങ്ങൾ ഇടപെടുന്ന മേഖലയിൽ തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ശുദ്ധി അനുസരിച്ചുമൊക്കെ പരമാവധി സാമ്പത്തിക ഭദ്രത ഇവർക്ക് നേടിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നു. ജലജന്യമായ ബിസിനസ്സുകളോ അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് വലിയ വിജയം കാണുന്നുണ്ട്. ബിസിനസ്സിലാണ് കൂടുതൽ വിജയം കാണുന്നത്.
അത് പ്രത്യേകിച്ചും വെളുത്ത വസ്തുക്കൾ, പാല്, വസ്ത്രം, അതുപോലെ തന്നെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, മരുന്നുകട, അതായത് ഫാർമസി, അതുപോലെ തന്നെ ചില യാത്രകൾ, ചില പ്രത്യേക കമ്മീഷൻ ബേസിസിലുള്ള ഡീലുകൾ, ഇതിലൊക്കെ തന്നെയും ഈ മാസം ഇവർക്ക് വരുമാനം കാണുന്നു. പ്രത്യേകിച്ച് 12-ാം തീയതിക്ക് ശേഷം. 7-ാം തീയതിക്ക് ശേഷം ശുക്രൻ നല്ല സ്ഥലത്തേക്ക് വരുന്നു. 12-ാം തീയതിക്ക് ശേഷം ചൊവ്വ നല്ല സ്ഥലത്തേക്ക് വരുന്നു. ചൊവ്വ വ്യാഴത്തിൻ്റെ കൂടെയാണ്. 9 അത്ര നല്ലതല്ല. പിതാവിന് ശാരീരികമായ ആവശ്യതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിൽ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ ഇവർക്ക് കൈക്കൊള്ളാൻ സാധിക്കുന്നു. പെട്ടെന്നെടുക്കുന്ന പല തീരുമാനങ്ങളും ഇപ്പോൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്, പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, ജന്മത്തിൽ നിൽക്കുന്ന കേതു ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ചില പുതിയ സൗഹാർദ്ദങ്ങൾ കടന്നു വന്നേക്കാം. പുരുഷനായാലും സ്ത്രീയായാലും അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു നന്മയ്ക്കാവില്ല എന്ന് ആലോചിക്കുക. കപട വേഷധാരികളായ, കപട മാനസികാവസ്ഥകളുള്ളവർ ഇപ്പോൾ പുതിയ മുഖം കാണിച്ചുകൊണ്ട്, സൗഹൃദഭാവം കാണിച്ചുകൊണ്ട് അടുത്തേക്കാം. വളരെ സൂക്ഷിക്കണം. അത്തരം ബന്ധങ്ങളിൽപ്പെട്ടാൽ ചിലപ്പോൾ അപവാദങ്ങളും തുടർന്ന് ജീവിതത്തിലെ ചില പരാജയങ്ങളിലേക്കുമൊക്കെ അത് നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കുക അത്തരം ബന്ധങ്ങളിൽ നിന്നും. അങ്ങേയറ്റം സുതാര്യമാവുക കുടുംബ ബന്ധങ്ങളിൽ എന്നാണ് കന്നിക്കൂറുകാരോട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവർക്കിപ്പോൾ അനുഗ്രഹമാണ്. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും ഊർജ്ജസ്വലമായി ഇടപെടാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് പൊതുവെ ഗുണകരം. സാമ്പത്തികമായുമൊക്കെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് പ്രധാനമായും ഇവരുടെ അഷ്ടമ രാശിയുടെ അധിപൻ 9-ാം ഭാവത്തിൽ പോയിരിക്കുന്നതിനാൽ പിതാവുമായി ബന്ധപ്പെട്ട് ശാരീരികമായ അവശത വരാം. അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ തൊട്ട് താഴെ തുടയല്, മാംസം, ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുട്ടിന് മുകളിൽ അരക്കെട്ടിന് താഴെയുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗങ്ങളിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. അത് ചൊവ്വ ആയതിനാൽ എല്ല്, മജ്ജ, മാംസം, രക്തം ഇതെല്ലാമായി ബന്ധപ്പെട്ട് വേണം അത് ചിന്തിക്കാൻ. അഗ്നികാരകത്വം ഉള്ളതുകൊണ്ട് തീയുമായും ഇലക്ട്രിസിറ്റിയുമായും ഒക്കെ വളരെ സൂക്ഷിച്ച് ഇടപെടുക. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുടെ പിതാക്കളും വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4 സായാഹ്നം വരെയും നല്ലതാണ്. പിന്നെ 4, 5, 4-ാം തീയതി സായാഹ്നത്തിന് ശേഷം രാത്രിയും കൊള്ളാം. 5, 6 താരതമ്യേന ഗുണമുള്ള ദിവസമായിട്ട് കാണുന്നു. പിന്നീട് ഇവർക്ക് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 11 ഉച്ചയ്ക്ക് ശേഷം 12, 13 നല്ല ദിവസങ്ങളാണ്. 16 മധ്യാഹ്നത്തിന് ശേഷം 17, 18 പിന്നെ ഗുണമുള്ള ദിവസം 23, 24, 25 ഗുണമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ 25-ന് ശേഷവും 26, 27 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അഷ്ടമത്തിലേക്ക് 12-ാം തീയതിയോടുകൂടി വരുന്ന ചൊവ്വയും അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ജീവന് ഭീഷണി ഉണ്ടാക്കാവുന്ന ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്കും വളരെ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി ഇവർക്ക് ധനം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അച്ഛൻ അല്ലെങ്കിൽ ഗുരുകാരണവന്മാരായ ആൾക്കാർ, കുടുംബത്തിലെ പ്രധാനികളായ വ്യക്തികൾ, ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ ശാരീരികമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഈ നക്ഷത്രക്കാരുടെ തന്നെ എല്ല് സംബന്ധമായോ മജ്ജ സംബന്ധമായോ അല്ലെങ്കിൽ രക്തസംബന്ധമായോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിലെ അടുക്കള വളരെ ശ്രദ്ധിക്കുക. തീ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം തന്നെ അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. ആളുകളോട് ഇടപെടുമ്പോൾ ഏറ്റവും മര്യാദ പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാക്ക് ചിലപ്പോൾ കേസിലോ വലിയ പോലീസ് സ്റ്റേഷനിലോ ഒക്കെ എത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കലഹപ്രിയരായ ഈ നക്ഷത്രക്കാരിൽ കലഹപ്രിയരായവർ ഉണ്ടെങ്കിൽ വളരെ സൗമ്യമായി കാര്യങ്ങളിൽ ഇടപെടാൻ എപ്പോഴും മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ശത്രു പെട്ടെന്ന് ഈ നക്ഷത്രക്കാർക്ക് മേൽ കേസും കോടതിയുമൊക്കെ ആക്കി മാറ്റാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വാഹനം സൂക്ഷിച്ചോടിക്കണം. യാത്രയിൽ ചെറിയ ചില തടസ്സങ്ങളോ അപകട സാധ്യതകളോ കാണുന്നുണ്ട്. ഗുണം എന്നിവർക്ക് പറയാൻ പ്രധാനമായിട്ടിപ്പോൾ ഉള്ളത് ശുക്രൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും. ബുധൻ 10-ാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു. ശുക്രൻ 7-ാം തീയതി 10-ാം ഭാവത്തിലേക്ക് വരും. ശുഭരാശിയിലായതിനാൽ ശുക്രന് പരമാവധി 10-ാം ഭാവത്തിൽ ഗുണം ചെയ്യാൻ സാധിക്കും. അതായത് കർമ്മരംഗത്ത്
തങ്ങളുടെ കഴിവ് നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ടോ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ രാഷ്ട്രീയക്കാർക്കോ നന്നായി സംസാരിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവർക്കോ പെർഫോം ചെയ്യുന്നവർക്കോ ഒക്കെ ഗുണമുള്ള ഒരു മാസമായിട്ട് വേണം കാണാൻ. പണം നന്നായി വന്നു ചേരുമെന്ന് കാണുന്നു. അതുപോലെ കച്ചവടം നടത്തുന്നവർ ശുക്രൻ്റേതായ രീതിയിലുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ വസ്ത്രം, ബ്യൂട്ടി ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ, പൊതുവെ അതുപോലെ തന്നെ വെളുത്ത വസ്തുക്കൾ, വസ്ത്രം, പാല്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഔഷധരംഗം, ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് ഗുണം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു ജോലിക്കാർക്കും ഗുണം കാണുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ട്. 11ാം ഭാവാധിപനായ സൂര്യൻ 10ൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ട്. 9ൽ നിന്നാണ് സൂര്യൻ 10ലേക്ക് മാസം പകുതിയോടെ വരുന്നത്. അതുകൊണ്ട് കർമ്മരംഗത്ത് ഗുണം കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ തടസ്സവും കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഈശ്വരാധീനത്തിൻ്റെ കുറവ്, അതുപോലെ ചില കാര്യങ്ങളിൽ അപകടത്തിൻ്റെയോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ വാക്കുതർക്കത്തിൻ്റെയോ കലഹത്തിൻ്റെയോ ഒക്കെ പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഭാഗ്യത്തിലെ താമസിപ്പിച്ചേ തരത്തുള്ളൂ. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു കാര്യത്തിൽ ചെന്ന് പെട്ടാൽ ഭാഗ്യമോ ഈശ്വരാധീനമോ അനുകൂലമായി വരാൻ സമയമെടുക്കുമെന്നുള്ള കാര്യം ചിന്തിക്കുക. 6ലെ രാഹു ഇവർക്ക് ഉദര സംബന്ധമായ ചില അവസ്ഥകൾ, ചില ദോഷാവസ്ഥകളും സമ്മാനിച്ചേക്കാം. എന്നാൽ ശത്രു രാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത്ര ദോഷകരമായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതയിൽ നിന്നൊക്കെ ഇവർക്ക് മോചനവും കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പെരുമാറ്റത്തിലും സാഹസിക കർമ്മങ്ങൾ ചെയ്യുന്നതിലും പിതാവിൻ്റെ കാര്യത്തിലും ഒക്കെ ആരോഗ്യ സംബന്ധമായി വേണം ഒരു കരുതലുണ്ടാവാൻ. സാമ്പത്തികം പലപ്പോഴും അനാമത്തായിട്ട് ചെലവിടാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ചെലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് 12ൽ കേതുവൊക്കെ നിൽക്കുന്നത് കൊണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഇവർക്ക് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 7, 8, 9, 10, 11 നല്ല ദിവസങ്ങളാണ്. 14, 15, 16 ഏകദേശം മധ്യാഹ്നം വരെയും നല്ലതാണ്. അതിനുശേഷം 19, 20, പിന്നീട് 25 രാവിലെ 10:35 ശേഷം 26, 27 ഉച്ച വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 12ാം തീയതിക്ക് ശേഷം ചൊവ്വ കൂടി 7ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. ചൊവ്വ 7ലേക്ക് വരുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ വേണം പരമാവധി ശ്രദ്ധ. 7 ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഭൗതിക നേട്ടങ്ങളുടെ സ്ഥലമായതിനാൽ സാമ്പത്തികം, അതുപോലെ തന്നെ പ്രവർത്തന രംഗം, കൂട്ടായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കുടുംബവും കൂട്ടായി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ആ ഏരിയകളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ വലിയ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. വ്യാഴം അതിനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകും. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാലും അരക്കെട്ട്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളോ അപകടാവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ചെറിയ ചില പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ, ഈഗോ ക്ലാഷ് ഇതൊക്കെ ഉണ്ടാകാം. ഒരുമിച്ച് ചെയ്യുന്ന ചില ജോലി, ബിസിനസ്, ഇതിലും വളരെ ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു. കാരണം ചിലപ്പോൾ ചില ഈഗോകൾ അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അത് ഒരു വാശിയായി മാറുകയും ഒക്കെ ചെയ്താൽ അത് കർമ്മരംഗത്തെ ബാധിക്കാൻ, പ്രത്യേകിച്ചും കൂട്ടുത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് കുടുംബത്തിലും സംഭവിക്കുക. ചിലപ്പോൾ അതുവരെ സമാധാനത്തിൽ പോയിരുന്നിടത്ത് ചില അഹങ്കാരങ്ങൾ, ചില താൻപോരിമകൾ ഉണരുമ്പോഴായിരിക്കും വഴക്കുണ്ടാവുക. അത് പിന്നീട് വലിയ ഭിന്നിപ്പിലേക്കൊക്കെ ചെന്ന് കലാശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വ്യാഴം നിൽക്കുന്നതിനാൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാകും. അഷ്ടമത്തിൽ നിന്നിരുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധൻ ഓൾറെഡി 9ലേക്ക് വന്നു കഴിഞ്ഞു. ശുക്രൻ 7ാം തീയതിയിലൂടെ 9ലേക്ക് വരും. അതുകൊണ്ട് ശുക്രൻ്റെയും ബുധൻ്റെയും 9ലെ നില ദാമ്പത്യ ബന്ധത്തിൽ ഒരു സ്മൂത്തായിട്ടുള്ള, വളരെ സൗഹാർദ്ദഭാവത്തിലുള്ള അല്ലെങ്കിൽ വളരെ മസൃണമായ ചില അനുഭവങ്ങൾ സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ വൈവാഹിക ബന്ധത്തിൽ വലിയ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. ആ ഒരു പീരീഡാണ് ശ്രദ്ധിക്കേണ്ടത്. 1ാം തീയതി മുതൽ 7ാം തീയതി വരെ. ചൊവ്വയും അപ്പോൾ 8ൽ നിൽക്കുന്നത് കൊണ്ട്, സൂര്യനും അപ്പോൾ 8ലാണ്. ഇതെല്ലാം കൂടെ 8ൽ വരുമ്പോൾ സ്ത്രീ നക്ഷത്രക്കാർക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുരുഷ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഡയബറ്റീസ് പോലുള്ള അസുഖമുള്ളവർക്കൊക്കെ തന്നെയും
ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുമൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ പിതാക്കളും വളരെ ശ്രദ്ധിക്കണം. അവർക്കും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ അവരുടെ പിതാവുമായി അഭിപ്രായ വ്യത്യാസത്തിലോ വീട് ഭാഗം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ ചില കലഹത്തിലോ ഒക്കെ ചെന്ന് മുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മറ്റു പല കാര്യങ്ങളും ഇവർക്കിപ്പോൾ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള വരുമാനത്തിന്, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം, അതുപോലെ വൃശ്ചികക്കൂറിന് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഗുണകരമായ ചില കാര്യങ്ങൾ കാണുന്നു. കാരണം 7-ൽ വ്യാഴം പൂർണ്ണ ബലത്തോടു കൂടി നിൽക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ കൂടെ ഈ ലഗ്നാധിപൻ കൂടിയാണല്ലോ, വൃശ്ചികത്തിൻ്റെ അധിപൻ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രലഗ്നാധിപൻ വൃശ്ചികത്തിൻ്റെ അധിപനായ ചൊവ്വയാണ്. ആ ചൊവ്വ 7-ൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷമുണ്ടാകില്ല. മാത്രമല്ല 7-ാം തീയതിക്ക് ശേഷം ശുക്രൻ 7-ാം തീയതിക്ക് ശേഷം 9-ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് അതും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ പോസിറ്റീവായി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹാലോചനകൾ വളരെ തിടുക്കത്തിൽ വരികയും അത് പെട്ടെന്ന് കാര്യം സാധിക്കുകയും ചെയ്യും. പ്രണയാർത്ഥികൾക്കും വളരെ സുന്ദരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. അവരുടെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ അവർക്ക് ഗുണം വരും. കാൽമുട്ടിനും അരയ്ക്ക് മുകളിൽ, അതായത് ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചില ശാരീരികമായ പ്രശ്നങ്ങൾ ഇവർക്ക് ചിലപ്പോൾ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുമാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം മറ്റു ചില ഗുണങ്ങൾ ഇവർക്കിപ്പോൾ വന്നു ചേരുന്നത്, കർമ്മരംഗം വളരെ സജീവമാകുന്നു. തങ്ങളുടെ കഴിവ് നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു ഇവർക്ക്. അത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ പിടിച്ചുപറ്റുന്നതിന് കാരണമാകുന്നു. കലാപരമായ കഴിവുകളായാലും ശരി, അതല്ല തങ്ങൾക്കുണ്ടാകുന്ന സ്കിൽഡ് വർക്കുകൾ വളരെ നന്നായൊക്കെ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പൊതുവെ ഗുണകരമെന്ന് വിശേഷിപ്പിക്കാം. ഇവിടെ ദോഷം എന്ന് പറയാൻ ഉള്ളതിപ്പോൾ 4-ൽ നിൽക്കുന്ന ശനി മാത്രമാണ്. ശനി 4-ൽ നിൽക്കുമ്പോൾ കണ്ടകൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് കുടുംബത്തെ അല്ലെങ്കിൽ മാതാവിനെ, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയൊക്കെ ബാധിക്കാനിടയുണ്ട്. വ്യാഴത്തിൻ്റെ 7-ലെ നിലയും 9-ലെ ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ നിലയാണ് ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നത്. അത് പ്രത്യേകം കണക്കാക്കിക്കൊള്ളണം. ചൊവ്വ നിൽക്കുന്ന 7-ലെ നിൽക്കുന്നുണ്ടെങ്കിലും ആ ചൊവ്വയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ജന്മലഗ്നാധിപൻ്റെ ശക്തിയും അതുപോലെ വ്യാഴത്തിൻ്റെ കൂട്ടും ഗുണം ചെയ്യും. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം മറ്റൊന്ന്, സൂര്യൻ പോയി 9-ൽ നിൽക്കുന്നത് പിതാവിന് അത്ര നല്ലതല്ല. അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4 നല്ല ദിവസങ്ങളാണ്. പിന്നെ 9, 10, 11, 12, 13 നല്ല ദിവസങ്ങളാണ്. 16 മധ്യാഹ്നത്തിന് ശേഷം, 17, 18, പിന്നെ 21, 22 നല്ല ദിവസങ്ങളാണ്. അതുപോലെ 27 രാവിലെ ഒരു 10-11 മണിക്കൊക്കെ ശേഷം ഗുണമാണ്. 28, 29, 30, 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 6-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. 6-ൽ ചൊവ്വ കൂടി വന്നിരിക്കുന്നു. ഭാവം കൊണ്ട് 6-ലെ ചൊവ്വ നല്ലതാണ്. വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടും നല്ലതാണ്. മനസ്സിന് കുറച്ചുകൂടി ഊർജ്ജസ്വലതയും, ശത്രുവിന് മേൽ അല്ലെങ്കിൽ തങ്ങൾക്ക് മാനസികമായി ഏതെങ്കിലും തരത്തിൽ ചിലയിടത്ത് ചില വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്ന ചിന്തകൾക്ക് മാറ്റമുണ്ടാകുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കർമ്മരംഗത്ത്, എൻ്റെ ജോലിസ്ഥലത്ത് വളരെ സജീവമായി ഇടപെടും. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും പിണക്കമോ പ്രശ്നമോ ഉണ്ടായിരുന്നത് മാറ്റി മുൻകൈ എടുത്തുകൊണ്ട് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ, സമരസപ്പെടാനൊക്കെ സാധിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അതുപോലെ യാത്ര, മുടങ്ങിക്കിടന്നിരുന്ന യാത്ര ഗുണകരമായി മുന്നോട്ട് പോകും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്ന ആലസ്യവും തടസ്സവും ഒക്കെ മാറുന്നതാണ്. ജോലി സ്ഥലത്തും ചില മത്സര പരീക്ഷകൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അത് സധൈര്യം നേരിടാൻ സാധിക്കുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോൾ ഉണ്ടാകും. അതുപോലെ അടുത്ത ബന്ധുമിത്രാദികൾ ഇപ്പോൾ ഇവരെ സഹായിക്കും. അകന്നു നിന്നിരുന്നവർ ഇവരുമായി ഇടപെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള മനസ്സ് കാണിക്കും. ഇതെല്ലാം തന്നെ ധനുക്കൂറിന് ഇപ്പോൾ നല്ലതാണ്. മാത്രമല്ല ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ൽ നിന്നിരുന്ന ശുക്രൻ 8-ലേക്ക് പോകുന്നുണ്ട്. 8-ലേക്ക് ശുക്രൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 7-ാം ഭാവത്തിൻ്റെ അധിപൻ ആയ ബുധനും 8-ൽ ആണ്. ഇപ്പോൾ 7-ാം ഭാവാധിപൻ 8-ൽ പോയി നിന്നാൽ കുടുംബത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ സ്വന്തം കഴിവിലോ കർമ്മസ്ഥലത്തോ അത് ബാധിക്കില്ല. കാരണം ബുധൻ അഷ്ടമ സ്ഥാനത്തേക്ക് ബുധൻ പോകുന്നത് ദോഷമല്ല. പക്ഷേ ബുധൻ 7-ാം ഭാവത്തിന് വേറെ കുറേ ജോലികളിലൂടെ ഉണ്ടല്ലോ, കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ചില കുറ്റപ്പെടുത്തലുകളോ പരിഹാസമോ കേൾക്കേണ്ടി വന്നേക്കാം. നല്ലത് ചെയ്താലും ചിലപ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് കുറ്റം കേൾക്കേണ്ടി വന്നേക്കാം. അത്തരം വിഷമങ്ങൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ശുക്രനും 8-ൽ പോകുന്നത് കൊണ്ട് അതിന് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ വരവിൻ്റെ കാര്യത്തിലോ ജോലി സംബന്ധമായ പ്രശ്നങ്ങളുടെ കാര്യത്തിലോ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ശനി 3-ൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും
ചില കാര്യങ്ങളിൽ ഇവർക്ക് ഉറച്ച ചില മാനസികാവസ്ഥകൾ കൈക്കൊള്ളാൻ സാധിക്കുകയും സാമ്പത്തികമായി വലിയ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരു വരുമാനം സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു തീർച്ചയായിട്ടും മാതാവിനത്ര നല്ലതല്ല. മൂല കുടുംബത്തിലും സ്വന്തം കുടുംബത്തിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ചിന്തിക്കുക. 4-ൽ നിൽക്കുന്ന രാഹുവിനെയും 8-ൽ നിൽക്കുന്ന ശുക്രനെയും അതുപോലെ 7-ാം ഭാവാധിപനായ ബുധൻ 8-ൽ പോയി നിൽക്കുന്നതുമൊക്കെ ചേർത്ത് വായിക്കണം. ഇത് കുടുംബ ബന്ധങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. വീട്ടുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഇപ്പോഴും രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, കേതുവിൻ്റെ സാന്നിധ്യമുണ്ടെന്നാൽ വ്യാഴം കേതുവിനെ നോക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും കർമ്മരംഗത്തൊരു ഈശ്വരാധീനമുണ്ട്. ആദ്യം ഒരു ആശയക്കുഴപ്പമോ മനോവിഷമമോ ഉണ്ടാകുമെങ്കിലും ഒടുവിൽ ഈ നക്ഷത്രക്കാരുടെ വിജയത്തിലായിരിക്കും അത് അവസാനിക്കുക, പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത്. ആരോഗ്യപരമായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ശ്വാസകോശം, അതുപോലെ ഈ ലങ്സുമായി ബന്ധപ്പെട്ടുള്ള കഫപ്രകൃതിയുള്ളവരുടെ പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, നീർദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ, അലർജി അസുഖങ്ങൾ ഇതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി സായാഹ്നത്തിന് ശേഷം 5, 6, ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി മധ്യാഹ്നം തൊട്ട് 2, 3, 4, 5, 6 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ള ദിവസം 11, 12, 13, 14. 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 12, 13 നല്ല ദിവസങ്ങളാണ്. 14, 15, 16 സാമ്പത്തികമായിട്ടൊക്കെ ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. 19, 20 നല്ല ദിവസമാണ്. 23, 24, 25 രാവിലെ 10:15 വരെയും ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. പിന്നെ ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 30, 31. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 2, 3, 4 പാദങ്ങൾ, അതായത് ഉത്രാടം 3/4, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചാണെങ്കിൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 5-ാം ഭാവത്തിലേക്ക് 12-ാം തീയതിയോടുകൂടി വരുന്ന ചൊവ്വയും വ്യാഴവും 5-ൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് വളരെ ഊർജ്ജസ്വലത ഇവർക്ക് കൈവരും. ഏതെങ്കിലും തരത്തിലുള്ള മടി അല്ലെങ്കിൽ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ മനസ്സിനെ പിന്നാക്കം വലിക്കുന്ന ചില മാനസികാവസ്ഥകൾ മാറുന്നു. സ്വാഭാവികമായും എന്തു വന്നാലും നേരിടും എന്ന മട്ടിൽ ഈശ്വരാധീനത്തിൻ്റെ ശക്തിയോടുകൂടി മനസ്സിനെ പാകപ്പെടുത്തിയെടുത്ത് തൻ്റെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നൊരവസരം കാണുന്നുണ്ട്. ചില വലിയ പരീക്ഷകൾ എഴുതാൻ സാധിക്കും, ചില വലിയ അഭിമുഖങ്ങളിൽ ഷൈൻ ചെയ്യാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കും. അങ്ങനെ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷകളിലും അതുപോലെ അഭിമുഖങ്ങളിലും അതുപോലെ ചില കോടതി കേസുകളിലുമൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാവും. അതുതന്നെ മനസ്സിന് വളരെ സമാധാനവും സന്തുഷ്ടിയും ഇവർക്ക് ലഭിക്കും. അതുകൊണ്ട് സ്വാഭാവികമായും സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് മനസ്സൂന്നി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തങ്ങളുടെ കർമ്മമേഖലയും തങ്ങളുടെ സാമ്പത്തികമായ വരവും പുഷ്ടിപ്പെടും. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് 7-ാം ഭാവത്തിലേക്ക് 7-ാം തീയതിയോടുകൂടി ശുക്രൻ വരുന്നു. 29 ജൂണോടുകൂടി തന്നെ ബുധൻ 7-ൽ എത്തിക്കഴിഞ്ഞു. സൂര്യനും വരുന്നുണ്ട് 16-ാം തീയതിയോടുകൂടി. അപ്പോൾ സൂര്യൻ്റെ വരവ് 7-ാം ഭാവത്തിൽ, പ്രത്യേകിച്ചും കർക്കിടക രാശിയിൽ അത്ര നല്ലതല്ല. എന്നാൽ അവിടെ ബലത്തോടുകൂടി നിൽക്കുന്ന ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനം നാം നോക്കണം. ബുധനും തീരെ ബലമൊന്നുമില്ല, തീരെ ബലക്കുറവ് ഇല്ല, എങ്കിലും വലിയ ഗുണം ചെയ്യത്തുമില്ല. കാരണം ചന്ദ്രൻ ശത്രുവാണ് ബുധൻ. അതുകൊണ്ട് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ബുധനും വലുതായിട്ട് ശോഭിക്കാൻ സാധിക്കില്ല. ശുക്രനാണ് അവിടെ കൂടുതൽ പവർഫുൾ. അപ്പോൾ 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുക, ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷകരമായ വർത്തമാനങ്ങളും നല്ല സമീപനങ്ങളും ഉണ്ടാവുക, പിണങ്ങി നിന്നിരുന്ന ജീവിത പങ്കാളിയുടെ കുടുംബക്കാർ അടുക്കുക, അങ്ങനെ കുറച്ചുകൂടി ഉത്തരവാദിത്വം സ്വന്തം ജീവിതത്തിലേക്ക് അവർ അടിച്ചേൽപ്പിക്കുക, അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ബലമോ മറ്റു വൈകാരികമായ പിന്തുണയോ നൽകുക, വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര അനുകൂലമാവുക, പഠന സംബന്ധമായ വിദേശത്ത് പോകാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അനുഗ്രഹം ഉണ്ടാവും. 5-ലെ വ്യാഴവും 7-ലെ ശുക്രനും അതിന് സഹായിക്കും. അതുപോലെ തന്നെ ജന്മശനി അവർക്ക് കഴിഞ്ഞ വർഷമേ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ശനിയുടെ മാറ്റവും അവർക്ക് നല്ലതാണ്. 3-ലെ രാഹുവും വളരെ ഗുണത്തെ ചെയ്യും. അത് മനസ്സിനെ കുറച്ചുകൂടി എത്ര പ്രതിബന്ധം വന്നാലും എത്ര വെല്ലുവിളികൾ നിറഞ്ഞതായാലും അതിനെ മുന്നോട്ട് നയിക്കാനുള്ള മനസ്സിൻ്റെ ഒരു ശക്തി 3-ലെ രാഹുവാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് അത് ഗുണം ചെയ്യും. സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിൽ പിതാവിനും ശാരീരികമായ അവശത കാണുന്നുണ്ട്. യാത്ര വളരെ സൂക്ഷിച്ച് ചെയ്യണമെന്ന് കാണുന്നു. നേരത്തെ ഉന്നത പഠനത്തിന് 7-ൽ നിൽക്കുന്ന ശുക്രൻ സഹായിക്കുമെങ്കിലും 9-ലെ കേതു അതിന് തടസ്സമിടാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കേതുവിനെ നിയന്ത്രിക്കും. ആ പാപാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും.
പൊതുവെ ഗുണകരമാണ് മകരക്കൂറിന് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ദോഷം എന്ന് പറയാവുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും 2-ൽ ഇപ്പോഴും ശനിയുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ശനി അവരുടെ ഗ്രഹനിലയിൽ മോശാവസ്ഥയിലും കഠിനമായ ദോഷാവസ്ഥയിലുമാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു 10 മാസത്തേക്ക് കൂടി, അതായത് 2025 മെയ് 29 വരെയും ശനി 2-ൽ സഞ്ചരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ വരാം. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും നല്ല രാശികളിലൂടെയുള്ള സഞ്ചാരം ദൈവാനുകൂല്യവും ഭാഗ്യവും ഇവർക്ക് സമ്മാനിക്കട്ടെ. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4-ാം തീയതി സായാഹ്നത്തിന് ശേഷം 5, 6, 7, 8 നല്ല ദിവസങ്ങളാണ്. പിന്നെ 14, 15, 16 രാവിലെ വരെയും നല്ലതാണ്. അതുപോലെ തന്നെ 16 ഉച്ചയ്ക്ക് ശേഷവും 17, 18 ഗുണകരമായ ദിവസം, 21, 22 നല്ല ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ 25 രാവിലെ 10:15 ശേഷം 26, 27 ഉച്ചവരെ നല്ലതാണ്. പിന്നീട് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 31-ാം തീയതി. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ാം ഭാവത്തിൽ ആണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 4-ലേക്ക് ചൊവ്വ കൂടി വന്നിരിക്കുന്നു. ചൊവ്വ 3-ൽ നിന്ന് 4-ലേക്ക് വന്നു. വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, വലിയ ദോഷം ചെയ്യില്ല. ഇല്ലെങ്കിൽ ചൊവ്വയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മാതാവിന് അത്ര നല്ലതല്ല. സ്ത്രീ സംബന്ധമായ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ, ഈ നക്ഷത്രക്കാരിൽ പുരുഷന്മാരാണ് ഈ നക്ഷത്രത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ സ്ത്രീ ഭാഗങ്ങൾ, അതായത് അമ്മ, സഹോദരി, ഭാര്യ, മകൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ശസ്ത്രക്രിയകളെ നേരിടേണ്ടി വന്നേക്കാം. ചെറുതായിരിക്കാം, അത് വലിയ ദോഷം ചെയ്യില്ല. കാരണം വ്യാഴത്തിൻ്റെ യോഗം കൊണ്ട്, വ്യാഴവുമായിട്ടുള്ള കൂട്ടുകൊണ്ട് ഈശ്വരാധീനമുണ്ട് എന്ന് ചിന്തിക്കണം. എന്നാലും 4-ൽ നിൽക്കുന്ന ചൊവ്വ, പ്രത്യേകിച്ചും ശുക്രൻ്റെ രാശിയിൽ ചൊവ്വയ്ക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കണം. കേന്ദ്ര ഭാവങ്ങളിൽ പാവഗ്രഹങ്ങൾ നിൽക്കുന്ന അത്ര നല്ലതല്ല. വാഹനം സൂക്ഷിച്ചോടിക്കണം. മാതാവുമായി ബന്ധപ്പെട്ട അവശത കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, 4-ാം ഭാവം മാതൃസ്ഥാനമായതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. അതുപോലെ സ്നേഹിച്ചു വളർത്തുന്ന മൃഗങ്ങൾക്ക്, വീട്ടിൽ മൃഗങ്ങളെയൊക്കെ വളരെ ഓമനിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ അവർക്കും ചില ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചിലപ്പോൾ സ്വന്തം വീട് വിട്ട് കുറച്ചു കാലം മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം. ഓഫീസിലും അവരുടെ സീറ്റ്, അവരുടെ കസേര മാറിയേക്കാം. ചിലപ്പോൾ ഓഫീസിൻ്റെ ആ അന്തരീക്ഷം തന്നെ മാറിയെന്നിരിക്കാം. എന്നാലും അതുപോലെ 5-ൽ നിന്നിരുന്ന ശുക്രൻ, ബുധൻ, ഇവരൊക്കെ ബുധൻ 6-ാം ഭാവത്തിലേക്ക് പോയി കഴിഞ്ഞു. ജൂൺ 29-ാം തീയതി തന്നെ. 7-ാം തീയതിയോടുകൂടി ശുക്രന് 6-ലേക്ക് പോകും. ശുക്രൻ്റെ 6-ലെ നില വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ശുക്രൻ ആറിപ്പോയാൽ വളരെ ദോഷാവസ്ഥ പറയാറുണ്ട്. അതുകൊണ്ട് ഒരു കലഹത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു, 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, 8-ൽ സഞ്ചരിക്കുന്ന കേതു, ഇതൊക്കെ കൂടെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംശയത്തിന് ഈ നക്ഷത്രക്കാരെ, അവരുടെ കുടുംബത്തിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ അവരുടെ കുടുംബത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിരിക്കണം ഓരോ കാര്യങ്ങളും. ഈ നക്ഷത്രക്കാർ ഒരിക്കലും ഒരു സംശയത്തിന് ഇട നൽകുന്ന തരത്തിൽ പെരുമാറുകയോ സുതാര്യത ഇല്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഓവറായ അഭിനയം പോലും ചിലപ്പോൾ കുടുംബത്തിൽ ഇവർക്ക് വലിയ മോശാവസ്ഥ ഉണ്ടാക്കിയേക്കാം. ചില സൗഹാർദ്ദങ്ങൾ മനഃപൂർവ്വം കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ അല്ലെങ്കിൽ അസമാധാനമോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ അയൽക്കാരുമായി ഇടയാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇതെല്ലാം തന്നെ ജോലിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ 4-ൽ നിൽക്കുന്ന വ്യാഴം മാത്രമാണ് താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നത്. ബാക്കി അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവും അതുപോലെ തന്നെ 6-ാം ഭാവത്തിലേക്ക് പോയ ശുക്രനും ദോഷം ചെയ്യും. എന്നാൽ 6-ൽ 16-ാം തീയതിക്ക് ശേഷം സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഗുണത്തെ ചെയ്യും. ചെറിയ തോതിലായിരിക്കും സൂര്യനിൽ നിന്ന് ഗുണമുണ്ടാവുക. കടബാധ്യതയിൽ നിന്ന് ചെറിയ തരത്തിലുള്ള മോചനമോ അപ്രതീക്ഷിതമായി കിട്ടുന്ന ചില സാമ്പത്തിക ലാഭമോ ഒക്കെയാണ് ഗുണം. എന്നാൽ കർക്കിടകൻ രാശിയിൽ സൂര്യൻ അത്ര ഗുണമില്ലാത്തതിനാൽ ഏതാണ്ട് പകുതിയോളം മാത്രമേ സൂര്യനും ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, ജന്മത്തിൽ ശനിയുണ്ടെന്നും അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, 8-ൽ സഞ്ചരിക്കുന്ന കേതു, ഇതൊക്കെ ദോഷാവസ്ഥകളാണ് സമ്മാനിക്കുക. അപഹാരം, ദശ, ഛിദ്രം ഇതൊക്കെ വളരെ ശക്തമാണെങ്കിൽ കുംഭക്കൂറിന് നല്ലതാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് കുംഭക്കൂറിന് ഇത്തിരി മോശമുണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് ഗുണം വന്നിരുന്നതാണ്. എന്നാലും ഇപ്പോഴും വ്യാഴത്തിൻ്റെ 4-ലെ നില കുംഭക്കൂറിനെ വലിയ ദോഷാവസ്ഥയിൽ എത്തിക്കില്ല എന്ന് വേണം ചിന്തിക്കാൻ. അടുത്ത വർഷം മാർച്ചോടുകൂടി ജന്മശനി മാറും. അതുതന്നെ ഇവർക്കൊരു വലിയ അനുഗ്രഹമായി മാറും.
ഇപ്പോൾ താരതമ്യേനയുള്ള നേട്ടങ്ങൾ 25 ദിവസം കഴിയുമ്പോൾ വീണ്ടും ശുക്രൻ 7-ൽ പോവും, അത് ഗുണമാണ്. ബുധൻ 7-ൽ പോവും, ഗുണമാണ്. അതുകൊണ്ട് ഇടയ്ക്കുള്ള മാറ്റങ്ങൾ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ചെറിയ ചില മാറ്റങ്ങൾ പിന്നീട് വരികയും ചെയ്യും പോസിറ്റീവായിട്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 2-ാം തീയതി മധ്യാഹ്നം വരെ നല്ലതാണ്. പിന്നെ 7, 8, 9, 10, 11 ഉച്ചവരെ നല്ലതാണ്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ളത് 16 ഏതാണ്ട് 10 മണിക്ക് 10-10:30 ശേഷം 17, 18, 19, 20 ഗുണമുള്ള ദിവസങ്ങൾ. 23, 24, 25 രാവിലെ 10 വരെ കൊള്ളാം. അതിനുശേഷം 27, 28, 29 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ 5-ാം ഭാവത്തിലേക്ക് പോയ ശുക്രൻ്റെയും അതുപോലെ ബുധൻ്റെയും നിലയാണ്. ബുധൻ മാസം 1-ാം തീയതി മുതൽ തന്നെ 5-ലാണ്. അതുപോലെ തന്നെ ശുക്രൻ ഇവർക്ക് 7-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവത്തിലേക്ക് പോകുന്നു. അത് സാമാന്യമായിട്ട് ഇവർക്ക് ഗുണത്തെ സമ്മാനിക്കും. ഭാഗ്യം കൊണ്ട് പണം, അതുപോലെ കർമ്മരംഗത്ത് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം, ദേവിയുടെ അനുഗ്രഹം ഇതെല്ലാം ഉണ്ടാവും. 5-ൽ നിൽക്കുന്ന സൂര്യൻ അവിടെ അത്ര ബലമില്ലാത്തതിനാൽ പാപഗ്രഹത്തിന് ബലം കുറയുമ്പോൾ ക്രൂരത കൂടും. അതുകൊണ്ട് ഭാഗ്യത്തിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ശുക്രൻ്റെയും ബുധൻ്റെയും നില അത് പരിഹരിക്കും. 3-ൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികമായിട്ട് ഒരു പരിങ്ങലവസ്ഥ ഉണ്ടാക്കും. എന്നാൽ 2-ാം ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ കൂടി ഇപ്പോൾ 3-ൽ പോയി. ചൊവ്വ 2-ൽ നേരത്തെ സ്ഥാനബലത്തോടെ നിന്നിരുന്നത് കൊണ്ട് മീനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ട് ഗുണമുണ്ടായിരുന്നു. 3-ലെ ചൊവ്വ ഭാവം കൊണ്ട് നല്ലതാണ്. 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലത് എന്ന പ്രമാണം വെച്ച് 3-ൽ നിൽക്കുന്ന ചൊവ്വ ഭാവം കൊണ്ട് നല്ലതാണ്. അതായത് ശുഷ്കാന്തിയോടുകൂടി കർമ്മരംഗത്ത് ശോഭിക്കുക, പണമുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ സമ്പത്ത് ഇവരിലേക്ക് എത്തിക്കാൻ വഴി തുറന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക ഭദ്രത വലിയ ദോഷങ്ങളില്ലാതെ നിൽക്കും. എന്നാൽ സഹോദരങ്ങൾക്കത്ര നല്ലതല്ല. അടുത്ത ബന്ധുക്കൾ ശത്രുക്കളാകും. അതിനൊക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. ചില കലഹങ്ങൾ, കേസുകൾ, ഇതിലേക്കൊക്കെ ധാരാളം പണം പോകും. കോടതിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ എതിരാളികൾക്ക് കേസ് പറഞ്ഞ് ചിലപ്പോൾ തോൽക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് പണം കൊടുക്കേണ്ടിയൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ളൊരു സാധ്യത കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവർക്ക് 7.5 ശനി രൂക്ഷമാകാൻ തുടങ്ങുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മീനക്കൂറുകാർ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. കാരണം ഒരു വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞു. ഒരു വർഷവും ഏകദേശം 5 മാസവും കഴിഞ്ഞു ശനി 12-ൽ വന്നിട്ട്. അപ്പോൾ പതുക്കെ അത് ജന്മശനിയിലേക്ക് അടുത്ത് 10 മാസം കഴിയുമ്പോൾ ജന്മശനി ആവുകയാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പതുക്കെയാണ് ശനിയുടെ പിടുത്തം. ആ പിടുത്തം അതങ്ങ് വീണ് കഴിഞ്ഞാൽ പിന്നീട് അത് ജന്മശനിയായി മാറുമ്പോൾ പെട്ടുപോകും. അതുകൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടി, വിനയത്തോടുകൂടി, അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുക. പ്രത്യേകിച്ചും കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും വരുന്ന വർഷങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി, വിനയത്തോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇവർക്കിപ്പോൾ ചില അഹന്തകൾ ഉണ്ടാകും. ഒന്നിനെക്കുറിച്ചും വലിയ ധാരണകളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കും. ബുദ്ധിപരമായി അല്പം പിന്നാക്കം നിൽക്കുന്ന ചില മാനസികാവസ്ഥകൾ ഉണ്ടാകും. ഇതൊക്കെ തന്നെ ഇവരെ കൂടുതൽ ദോഷാവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. കാരണം 2025 മാർച്ച്, ഏപ്രിൽ വരെ രാഹു ജന്മത്തിലാണുള്ളത്. അതുപോലെ കേതു 7-ലുമാണ്. ഇതൊക്കെ തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഒക്കെ മോശപ്പെട്ട ചില അഭിപ്രായങ്ങൾ കേൾക്കുവാനുള്ള ഇട ഇവരിൽ ഉണ്ടാക്കും. അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോന്നും ചെയ്യുക. മുൻകൂട്ടി കണ്ട് പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2-ാം തീയതി മധ്യാഹ്നത്തിന് ശേഷം 3, 4 സായാഹ്നം വരെ നല്ലതാണ്. അതിനുശേഷം 9, 10, 11 ഉച്ചവരെ നല്ലതാണ്. പിന്നീട് ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങൾ 11-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 12, 13 നല്ല ദിവസങ്ങളാണ്. അതിനുശേഷം 19, 20, 21, 22 ഗുണമുള്ള ദിവസങ്ങളാണ്. തുടർന്ന് 25 രാവിലെ 10 മണിക്ക് ശേഷം 26, 27 ഉച്ചവരെയും ഗുണമാണ്. പിന്നെ 30, 31 താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത്. അപ്പോൾ ജൂലൈ മാസത്തിൻ്റെ 2-ാം പകുതി മലയാള മാസത്തിൻ്റെ, കൊല്ലവർഷത്തിൻ്റെ അവസാന മാസം ആകുകയാണ്. പലപ്പോഴും കർക്കിടകത്തിലാണ് മോശാവസ്ഥകളും പഞ്ഞ മാസം എന്ന് പറയപ്പെടുന്നതിൻ്റെ ദാരിദ്ര്യ പ്രശ്നങ്ങളുമൊക്കെ വരിക. അത് ഒരു തനിയാവർത്തനം പോലെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്.
അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് ദോഷാവസ്ഥയിലുള്ളവർ ഉപാസനാമൂർത്തികളെയും അതുപോലെ ഗ്രഹങ്ങളുടെ നാഥന്മാരെയും കൃത്യമായി ആചരിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. ശനിദോഷമുള്ളവർ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, കറുത്ത പട്ട് ശനിദേവനും ശാസ്താവിനും സമർപ്പിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക, നീരാഞ്ജനം കത്തിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ആവാം. അടുത്തത് ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് 100 പാലും നൽകുക, ഒന്നുകിൽ ആയില്യം നാളിന് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പക്ക നാളിന്. അടുത്തത് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുകയോ ചെയ്യണം. കേതുദോഷ പരിഹാരം. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.